മുന്നോക്കക്കാരിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് 10% സംവരണം ഏർപ്പെടുത്താനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനം രാജ്യത്തെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളെല്ലാം അതിനെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. അതായത് ഈ ജാതി മത പരിഗണനകൾക്കപ്പുറത്ത് നിന്നുകൊണ്ട് മുന്നോക്ക വിഭാഗക്കാരിൽ പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് സംവരണം നൽകുക എന്നുള്ള ആവശ്യം നേരത്തെ തന്നെ ഒരുപാട് രാഷ്ട്രീയ കക്ഷികൾ മുന്നോട്ട് വച്ചിട്ടുള്ളതാണ്. BJPയെ പിന്തുണയ്ക്കുന്ന RSS അടക്കമുള്ള സംഘടനകൾ അത്തരത്തിൽ വേണം സംവരണം കൊണ്ടുവരാനെന്നുള്ള നിലപാട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സ്വീകരിച്ചിട്ടുള്ളതാണ്. പക്ഷേ അതിനെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സ്വാഗതം ചെയ്യുമ്പോഴും ഇപ്പോൾ തിടുക്കത്തിൽ ഒരു അടിയന്തര മന്ത്രിസഭാ യോഗം ചേരുകയും അതിൽ ഈ ഒരു തീരുമാനം പ്രഖ്യാപിക്കുകയും പാർലമെൻറ്റിൻ്റെ ശീതകാല സമ്മേളനത്തിൻ്റെ അവസാന ദിവസമായി ഇന്ന് അത് ലോക്സഭയിൽ അവതരിപ്പിക്കുക, രാജ്യസഭയിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ടി രാജ്യസഭ ഒരു ദിവസത്തേക്ക് ദീർഘിപ്പിക്കുക, അങ്ങനെയുള്ള നടപടികളിലേക്ക് കേന്ദ്ര സർക്കാർ കടക്കുമ്പോഴാണ് ഇതൊരു തെരഞ്ഞെടുപ്പ് ഗിമിക്കാണോ എന്നുള്ള സംശയം സ്വാഭാവികമായി ഉയർന്നു വരുന്നത്. ഇത് ലളിതമായ ഒരു കാര്യമല്ല. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 15-ലും 16-ലും കൃത്യമായ ഭേദഗതി ഉണ്ടാകേണ്ടുന്ന ഒന്നാണ്. മാത്രമല്ല നമുക്കറിയാവുന്നതുപോലെ സുപ്രീം കോടതി ഇത്തരത്തിൽ സംവരണവുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങളുമായി ഉയർന്നിട്ടുള്ള നിരവധി കേസുകളിൽ അസന്നിഗ്ധമായി അവരുടെ വിധി പ്രസ്താവം നടത്തിയിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. സുപ്രീം കോടതിയുടെ 9-അംഗ ഭരണഘടനാ ബെഞ്ച് തന്നെ ഇന്ദിരാ സാനി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ എന്നുള്ള ആ ഒരു പ്രധാനപ്പെട്ട കേസിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിധിന്യായം പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു. അത് സംവരണ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാകണം എന്നുള്ളത്. അതിലൊരിക്കലും ഈ സാമ്പത്തികമായ പിന്നോക്കാവസ്ഥ എന്ന് പറയുന്നത് സംവരണത്തിനുള്ള ഒരു ഘടകമാണ് എന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നില്ല. അങ്ങനെ വരുമ്പോൾ സർക്കാരിന് മുന്നിലുള്ള ഈ വലിയ വെല്ലുവിളി അത് 3-2 ഭൂരിപക്ഷത്തോടു കൂടി പാർലമെൻറ്റിൻ്റെ സഭകളിൽ പാസ്സാകണം. ഇപ്പോൾ സ്വാഭാവികമായി രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണ അതിനകത്തുണ്ടെങ്കിൽ പോലും അത്തരത്തിൽ ഒരു ബില്ല് പാസ്സാക്കിയെടുക്കാൻ കേന്ദ്ര സർക്കാരിന് സാധിച്ചാലും സുപ്രീം കോടതിയിൽ മറ്റുള്ള ഏതെങ്കിലും സംഘടനകൾ ഈ ഒരു വിഷയത്തിൽ തങ്ങൾക്ക് ആ അവകാശപ്പെടുന്ന സംവരണം സാമ്പത്തിക അവസ്ഥയുടെ പേരിൽ അട്ടിമറിക്കപ്പെടാനുള്ളൊരു നീക്കം നടക്കുന്നു എന്ന് പറഞ്ഞ് കോടതിയെ സമീപിച്ചാൽ കോടതിയിൽ നിന്ന് തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇത് നേരത്തെയൊക്കെ സംഭവിച്ചിട്ടുള്ളതാണ്. രാജസ്ഥാനിലും ഗുജറാത്തിലുമൊക്കെ ഇത്തരത്തിൽ സംവരണങ്ങൾ ഏർപ്പെടുത്താൻ തീരുമാനിച്ചപ്പോൾ നമുക്കറിയാം ഈ ജാട്ട് വിഭാഗക്കാരെ OBCയിൽ ഉൾപ്പെടുത്തണം എന്ന ആവശ്യവുമായി അത്തരമൊരു തീരുമാനം എടുക്കുമ്പോൾ തന്നെ അത് സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുകയും അത് ഒരു കാരണവശാലും നടക്കില്ല എന്നുള്ള നിലപാടിലേക്ക് സുപ്രീം കോടതി എത്തുകയും ചെയ്തതായിരുന്നു. അപ്പോൾ ഭരണഘടന 9-അംഗ ബെഞ്ചിൻ്റെ ആ ഒരു പ്രധാനപ്പെട്ട വിധിയും ഒപ്പം ഭരണഘടനയിൽ അധിഷ്ഠിതമായിട്ടുള്ള സംവരണ തത്വങ്ങളും നിഷേധിക്കുന്നതാണ് അത് എന്നുള്ള ഒരു കാര്യമുണ്ട്. പക്ഷേ ഇവിടെ രാഷ്ട്രീയ പാർട്ടികളുടെ ഒന്നിച്ചുള്ള പോരാട്ടം അല്ലെങ്കിൽ ഒന്നിച്ചു നിൽക്കുന്നത് സ്വാഭാവികമായി അതിന് ഒരു പാർലമെൻറ്റിൽ ഒരു അംഗീകാരം കിട്ടുന്നതിന് കാരണമായേക്കാമെങ്കിലും സുപ്രീം കോടതിയിൽ അത് പലവട്ടം ചോദ്യം ചെയ്യപ്പെടാനുള്ള സാധ്യത മുന്നിൽ നിൽക്കുന്നുണ്ട്. എന്നാലും കേന്ദ്ര സർക്കാർ ആലോചിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോഴത്തെ വർത്തമാനകാല സാഹചര്യങ്ങളിൽ ഉണ്ടായിട്ടുള്ള വലിയ തിരിച്ചടികൾ അതിജീവിക്കുന്നതിന് മുന്നോക്ക വിഭാഗക്കാരുടെ വോട്ടുകൾ തങ്ങളിലേക്ക് കേന്ദ്രീകരിക്കുന്നതിന് ഇത്തരമൊരു തീരുമാനം കൊണ്ടുവരണം. അതിനിപ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് തിരിച്ചടി നേരിട്ടാലും ഞങ്ങളത് കൊണ്ടുവരാനുള്ള ആർജവം കാണിച്ചു എന്ന് കേന്ദ്ര സർക്കാരിന് പറയാൻ സാധിക്കും എന്നുള്ളതാണ്. പക്ഷേ നമുക്കറിയാവുന്നതുപോലെ ഈ കഴിഞ്ഞ 4.5 വർഷം ഭരിച്ചതിന് ശേഷം 4.5 വർഷവും കഴിഞ്ഞിരിക്കുന്നു. ഇത്രയും നാൾ ഭരിച്ച ആ നരേന്ദ്രമോദിക്ക് ഇതുവരെ തോന്നാത്ത ഒരു ബുദ്ധി പൊടുന്നതിന് തോന്നിയത് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം സ്വാഭാവികമായി ഉയരുമല്ലോ. അവിടെയാണ് അതിനകത്ത് കൃത്യം തെരഞ്ഞെടുപ്പ് തന്ത്രമാണ് ഉള്ളത് എന്നുള്ളത്. ഇതുപോലെ പല ഘട്ടങ്ങളിലും ഈ റിസർവേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല പ്രഖ്യാപനങ്ങളും നടത്തി അത് നടപ്പിലാക്കാൻ ശ്രമിച്ച് നമ്മുടെ സർക്കാരുകൾ പരാജയപ്പെട്ടിട്ടുള്ള സാഹചര്യം നമുക്കറിയാം. കാരണം അതൊരു തെരഞ്ഞെടുപ്പ് ഗിമിക്കായി മാത്രം അങ്ങനെ നിൽക്കും. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ പിന്നെയും അതിനോടുള്ള ഒരു ഊർജ്ജവും ആർജവവും ഒക്കെ ഇല്ലാതായി പോകുന്നത് കണ്ടിട്ടുണ്ട്. അതിപ്പോൾ BJP സർക്കാരിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, UPA സർക്കാരിൻ്റെ കാര്യത്തിലായാലും അതിനു മുമ്പ് 3-ാം മുന്നണി ഭരിച്ചിരുന്ന കാലഘട്ടത്തിലായാലും ഒക്കെ ഇത്തരത്തിൽ ഈ സംവരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വലിയ പ്രഖ്യാപനങ്ങൾ ഒരു വശത്ത് നടത്തുകയും അത് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് നടത്തുകയും തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അത് പാടെ മറന്നു പോവുകയും ചെയ്യുന്ന തരത്തിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ പറയും ഇപ്പോൾ പറയുന്ന ന്യായമല്ല അപ്പോൾ പറയുന്നത്. ഇപ്പോൾ പറയും ഞങ്ങൾ കോടതിയുടെ എതിർപ്പുണ്ടായെങ്കിലും ഞങ്ങളത് കൊണ്ടുവരാൻ ആർജവം കാണിച്ചു. അന്ന് പറയും പിന്നീടെല്ലാം സേഫായി കഴിയുന്ന ഒരു ഘട്ടത്തിൽ പറയും ഇതാ കോടതി എതിർത്തുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഞങ്ങൾക്കത് നടപ്പിലാക്കാൻ സാധിക്കുന്നില്ല എന്ന്. അങ്ങനെ ഒരു സ്ഥിതിവിശേഷം ഈ വിഷയത്തിൽ ഉണ്ടാകരുത്. ഇപ്പോൾ സ്വാഗതം ചെയ്യുന്നവരെല്ലാം ഇത് കേന്ദ്ര സർക്കാരിൻ്റെ വലിയ ഇച്ഛാശക്തിയാണ് എന്ന് സ്വാഗതം ചെയ്യുന്ന NSSൻ്റെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ അടക്കമുള്ള ആളുകൾ ഇത് പൂർണ്ണമായ തോതിൽ കോടതിയിൽ എത്ര നിയമ പോരാട്ടം നടന്നാലും അത് നടപ്പിലാക്കാനുള്ള ആർജവം കാണിക്കുന്നത് വരെ കേന്ദ്ര സർക്കാരിനോടൊപ്പം അതേ നിലപാടിൽ തന്നെ നിൽക്കണം എന്നുള്ള ഒരു കാര്യവും കൂടിയുണ്ട്. പിന്നെ അടുത്ത ഭരണം ആർക്ക് കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും അനിശ്ചിതത്വം നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ഭരണം കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ ഇത്തരത്തിൽ വീണ്ടും ഒരു നിലപാടുമായി തിടുക്കത്തിൽ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വന്നത് തന്നെ.